ടാക്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊമേഴ്സ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് വിഷയമാണ്. ഓക്കെ, ഇൻകം ടാക്സിൽ പാസ് ആവാതിരിക്കുന്നത് വളരെ മോശമായിരിക്കും. കാരണം കൊമേഴ്സിലെ പ്രസ്റ്റീജ് വിഷയങ്ങളിൽ പെട്ടതാണ് ഇൻകം ടാക്സ് അക്കൗണ്ടൻസി. അപ്പം ഇൻകം ടാക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻകം ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് ഒരു ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ഇൻഡിവിജ്വലിന്റെ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാധാരണ വ്യക്തിയുടെ ഇൻകം ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ സെമസ്റ്ററിൽ ആകെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങുന്ന സമയത്ത് എന്താണ് ഇൻകം ടാക്സ്, എന്താണ് ടാക്സ് എന്ന് പറഞ്ഞു തുടങ്ങാം. ടാക്സ് എന്തായിരിക്കും ടാക്സ്? ടാക്സ് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കമ്പൽസറി പേയ്മെന്റ് ആണ്, അത് കമ്പൽസറി കളക്ഷൻ ആണ്, കമ്പൽസറി കളക്ഷൻ ഓഫ് ഫ്രം ഇറ്റ് സിറ്റിസൺ. അതായത് ഒരു ഗവൺമെന്റ് അവരുടെ സിറ്റിസണിൽ നിന്നും കമ്പൽസറി ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണ് ഗവൺമെന്റ് അങ്ങനെ കളക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഗവൺമെന്റിന് അവരുടെ ഫംഗ്ഷനിങ്, അവരുടെ റവന്യൂ, അവരുടെ വരുമാന മാർഗമാണ് ടാക്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം ഡിഫൻസിനും ഇപ്പൊ ഈ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കും എഡ്യൂക്കേഷൻ സെക്ടറിലെ ആവശ്യങ്ങൾക്കും മറ്റ് അങ്ങനെ ഗവൺമെന്റിന്റെ എല്ലാ ഫംഗ്ഷനിങ്ങിനും ക്യാഷിന്റെ ആവശ്യമുണ്ട്, ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് സാധാരണ കേസിൽ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു കയ്യിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കയ്യിലൂടെ ടാക്സ് ഗവൺമെന്റ് വാങ്ങുന്നു, മറ്റൊരു കയ്യിലൂടെ ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ആയിട്ടും മറ്റു മാർഗങ്ങളിലൂടെ ആ എമൗണ്ട് നമുക്ക് തന്നെ തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തരുന്നുണ്ട് ഗവൺമെന്റ്, നമുക്ക് എന്താ പറയുക, നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് നമുക്ക് തന്നെ തരുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലും ഗവൺമെന്റിലേക്ക് പണം കൊടുക്കില്ല. മാക്സിമം അവോയ്ഡ് ചെയ്യാനേ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് ഗവൺമെന്റ് ഇതിനെ ഒരു ആക്ട് ആക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ റൂൾ ആക്കി കൊണ്ടുവന്നു. ഇത്ര സെർട്ടൻ ലിമിറ്റിന് മുകളിൽ വരുമാനമുള്ള ആളുകൾ ടാക്സ് അടിക്കണം, സെർട്ടൻ ലിമിറ്റിന് വരുമാനമുള്ള കമ്പനികൾ ടാക്സ് അടിക്കണം. അങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു കമ്പൽസറി ആക്കി കൊണ്ടുവന്നു. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് തരത്തിലാണ് ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം. അതായത് ഇൻഡയറക്ട് ടാക്സും ഡയറക്ട് ടാക്സും എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം ഉള്ളത്. ഈ ഇൻഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് പേര് തന്നെ ഇൻഡയറക്ട്, അതായത് നമ്മൾ നേരിട്ടല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നും ടാക്സ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നതിനെയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ടാക്സ് പെയ്ഡ് ഇൻഡയറക്ട്ലി ടു ദി ഗവൺമെന്റ്, അതിനെയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് പെയ്ഡ് ഇൻഡയറക്ട്ലി ടു ദി ഗവൺമെന്റ്. ഓക്കെ, ഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ടൈപ്പാണ് ഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് പെയ്ഡ് ഡയറക്ട്ലി ടു ദി ഗവൺമെന്റ്, ഗവൺമെന്റിലേക്ക് നേരിട്ട് ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അതിനെ ഡയറക്ട് ടാക്സ് എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ഡയറക്ട് ടാക്സ് മാത്രമാണ്. ഡയറക്ട് ടാക്സിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡയറക്ട് ടാക്സിൽ തന്നെ ഇൻകം ടാക്സ് മാത്രമാണ് നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഡയറക്ട് ടാക്സിൽ വെൽത്ത് ടാക്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ടാക്സ്, ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് ആണ് പ്രധാനപ്പെട്ട ഡയറക്ട് ടാക്സ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻകം ടാക്സ് മാത്രമാണ്. ഓക്കെ, പോയിന്റ്സ് ഓഫ് പ്രസന്റ് നോക്കുക. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് ടാക്സ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയും, ചെറിയൊരു ഹിസ്റ്ററി, പിന്നെ ഹെഡ്സ് ഓഫ് ഇൻകം. ഹെഡ്സ് ഓഫ് ഇൻകം എത്ര ഘട്ടങ്ങളായിട്ടാണ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ ഇമ്പോർട്ടന്റ് ടേംസ്, ഇൻകം ടാക്സ് റൈറ്റ് ഒക്കെയാണ് ഈ ഒരു സെക്ഷനിൽ. ഈ സെക്ഷനിൽ മൊത്തം അത് പറയാൻ വഴി തോന്നുന്നില്ല, നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ നോക്കുക. എന്താണ് ടാക്സ്? വാട്ട് ഈസ് ടാക്സ്? വൈ ഇറ്റ് ഈസ് റിക്വയർഡ്? ടാക്സ് ഈസ് എ പാർട്ട് ഓഫ് an individual's earning which is required to be paid to the government in order to generate revenue. It is mandatory liability for every citizen of the country. There are two types of tax in India: direct tax and indirect tax. Income tax is direct tax. Okay, അതായത് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ടാക്സ് ഈസ് എ പാർട്ട് ഓഫ് an individual's earning which is required to be paid to the government. അതായത് ഒരു ഇൻഡിവിജ്വൽ അവരുടെ ഏർണിംഗ്, അവരുടെ വരുമാനത്തിൽ നിന്നും ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ആ ഒരു എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാൻഡാറ്ററി ലയബിലിറ്റി, അതെന്ന് പറഞ്ഞാൽ എന്താണ്, അത് നിർബന്ധമായിട്ടും ഒരു സിറ്റിസൺ ആ രാജ്യത്തിന് നൽകേണ്ടതാണ്. ഓക്കെ, നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗമാണ് ടാക്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ടാക്സ് രണ്ട് തരത്തിലുണ്ട്, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് ആ സിറ്റിസൺ അല്ലെങ്കിൽ ആ പൗരൻ നേരിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നതിനെയാണ് ഡയറക്ട് ടാക്സ്, ഡയറക്ട്ലി പെയ്ഡ് ടു ദി ഗവൺമെന്റ്. ഓക്കെ, ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞെങ്കിൽ ആ പൗരന്റെ കയ്യിൽ നിന്നും ആ ടാക്സ് കളക്ട് ചെയ്യുന്നത് ഇൻഡയറക്ട്ലി ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത്, സോപ്പ് വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങുന്ന സമയത്ത് ആ ബുക്കിന്റെ പ്രൈസിൽ എന്തുണ്ടായിരിക്കും, ടാക്സും കൂടി ഉണ്ടായിരിക്കും. GST എന്നൊക്കെ പറഞ്ഞ സംഭവം, അതാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് ഈ സെമസ്റ്റർ പഠിക്കാനുള്ളത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞെങ്കിൽ ഡയറക്ട് ടാക്സിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. രണ്ട് തരത്തിലെ ഡയറക്ട് ടാക്സ് ഉള്ളൂ, ഇൻകം ടാക്സും വെൽത്ത് ടാക്സും. ഓക്കെ,
അടുത്ത പോയിന്റ് നോക്കുക. വൈ ടാക്സ് ഈസ് റിക്വേർഡ്. എന്തിനാണ് ടാക്സ്? ഇൻകം ടാക്സ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദി ഗവൺമെന്റ്. എന്തിനാണ് ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തെയും പോലെ, എല്ലാ രാജ്യത്തെയും പോലെ തന്നെ എന്താ ടാക്സ് ഏത് കാലത്തും, പഴയ കാലത്ത് നമുക്കറിയാം, അന്നത്തെ രാജാക്കന്മാരുടെ കാലത്താണെങ്കിൽ കാണിക്ക അല്ലെങ്കിൽ ഈ കാഴ്ച വെക്കുക എന്നൊക്കെ പറയാം. അങ്ങനെയാണ് അവർ വരുമാനം. ഇപ്പൊ തേന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാഴ്ച വെക്കുക. അന്നത്തെ വരുമാന മാർഗം അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ നെല്ല് കൊണ്ടുപോയി കൊടുക്കുക, ഇതുപോലത്തെ അല്ലേ. ഇന്നത്തെ കാലത്ത് ഗവൺമെന്റിന്റെ വരുമാന മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പണമായിട്ട് കളക്ട് ചെയ്യുക അവരുടെ കയ്യിൽ നിന്നും, സിറ്റിസൺസിന്റെ കയ്യിൽ നിന്നും. അവരുടെ പ്രധാന വരുമാന മാർഗം അതാണ്. Then tax money is used in initiating various welfare and other activities. അതായത് ഈ ടാക്സിൽ നിന്ന് കിട്ടുന്ന ഈ പണം യൂസ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് അവരുടെ പല തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസും മറ്റും കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ് ഒക്കെ എന്താണ്? ഫ്രീ ആണ്, ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഇതിനൊക്കെയുള്ള പണം ചെലവാക്കുന്നതും ടീച്ചേഴ്സിനുള്ള ശമ്പളം കൊടുക്കുന്നതും ഡോക്ടേഴ്സ്, റോഡ്, അങ്ങനെ എല്ലാ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ട പണം കണ്ടെത്തുന്നത് ഈ ഗവൺമെന്റ് പ്രധാനമായിട്ടും ഈ ടാക്സ് കളക്ട് ചെയ്തിട്ടാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് ടാക്സ്? ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കമ്പൾസറി കളക്ഷൻ ഓഫ് ഫ്രം ദർ സിറ്റിസൺ. അവരുടെ സിറ്റിസണിൽ നിന്നും ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന കമ്പൾസറി കളക്ഷൻ ആണ്. അല്ലെങ്കിൽ ടാക്സ് ഇസ് എ പാർട്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽസ് ഏർണിംഗ്സ് വിച്ച് ഈസ് റിക്വയർഡ് ടു ബി പേഡ് ടു ദി ഗവൺമെന്റ് ഇൻ ഓർഡർ ടു ജനറേറ്റ് റവന്യൂ. ഇതിന്റെയൊക്കെ നോട്ട് ഞാൻ അയച്ചിട്ടുണ്ട്, എന്തായാലും ശ്രദ്ധിക്കുക. ദെൻ ഇൻട്രൊഡക്ഷൻ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനൊക്കെയാണ് സച്ചാസ്, അതായത് എന്തൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ആ ടാക്സിൽ നിന്ന് കിട്ടുന്ന പണം ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത് നോക്കാം. പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഹെൽത്ത് കെയർ ഫെസിലിറ്റി നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്, ഈ കൊറോണയുടെ ഒക്കെ സാഹചര്യത്തിൽ. ഓക്കെ, പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് യൂസ് ചെയ്യുന്നു. പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ത്രൂ ഗവൺമെന്റ് സ്കൂൾ വെയർ ഫീസ് നെഗ്ലിജിബിൾ. അതായത് ഗവൺമെന്റ് സ്കൂളിലൂടെ ഒക്കെ ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു, അതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സബ്സിഡി ഓൺ ടു കുക്കിംഗ് ഗ്യാസ്, ഫെർട്ടിലൈസർ, അത് വിത്ത്, മരുന്ന്, വളം തുടങ്ങിയതിന്റെ സബ്സിഡിക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഒക്കെ ഈ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്നാണ് അവർ യൂസ് ചെയ്യുന്നത്. ദെൻ സാലറി ആൻഡ് പെൻഷൻ ടു ലാക്ക് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ്. അതായത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഗവൺമെന്റ് എംപ്ലോയീസിന് സാലറിയും പെൻഷൻ ഒക്കെ കൊടുക്കുന്നത് ഇതുപോലെ കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്നാണ്. ദെൻ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ്, ആർമി അങ്ങനെയുള്ള ആവശ്യങ്ങളും അതുപോലെ തന്നെ റോഡ് തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഡെവലപ്മെന്റിനൊക്കെ ഉള്ള ക്യാഷ് യൂസ് ചെയ്യുന്നതും എങ്ങനെയാണ്? ഈ ടാക്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന എമൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയാം, വാട്ട് ഈസ് ടാക്സ്? എന്താണ് ടാക്സ് എന്ന് പറഞ്ഞു? ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് ഇസ് എ പാർട്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ഏർണിംഗ് വിച്ച് ഇസ് റിക്വയർഡ് ടു ബി പേഡ് ടു ദി ഗവൺമെന്റ് ഇൻ ഓർഡർ ടു ജനറേറ്റ് റവന്യൂ. അത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റിസന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ടിനെ വിളിക്കുന്നവരാണ് ടാക്സ്. ആ ടാക്സ് എന്തിനൊക്കെയാണ് ഗവൺമെന്റ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ഇനി പ്രധാനമായിട്ടും ഇൻകം ടാക്സിന് 5 ഹെഡുകൾ എന്ന 5 ഘട്ടങ്ങളിലായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 5 ഹെഡ്സ് ആയിട്ടാണ് ഇൻകം ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, ഹെഡ്സ് ഓഫ് ഇൻകം. 5 ഹെഡ്സ് നോട്ട് എഴുതി വെക്കുക കേട്ടോ എല്ലാവരും. 5 ഹെഡ്സ്. ഒന്ന് ഇൻകം ഫ്രം സാലറി. ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറി ആണ്. നോട്ടിൽ നിങ്ങൾ അതിന്റെ സെക്ഷൻ എഴുതേണ്ടത് സെക്ഷൻ 15 to 16, സെക്ഷൻ 15 മുതൽ 16 വരെയുള്ള സെക്ഷൻ ആണ് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡ് ഡീൽ ചെയ്യുന്നത്. ഇൻകം ഫ്രം സാലറി, അതായത് സാലറി ഇൻകം വരും ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ സാലറി ലഭിക്കുന്ന, റെഗുലർ ആയിട്ട് ഇൻകം ലഭിക്കുന്ന ആള് അവരുടെ സാലറി ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് ചെയ്യണം. അതാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഹെഡ്, ഓരോ ഹെഡും നമുക്ക് ഓരോ ചാപ്റ്റർ ആണ്, അത് നമുക്ക് വഴിയെ പറയാം. ഇൻകം ഫ്രം സാലറി സെക്ഷൻ 15 മുതൽ 17 വരെയുള്ള സെക്ഷൻ ആണ് ഇൻകം ഫ്രം സാലറി. സെക്ഷൻ 15 to 17 വരെയുള്ള സെക്ഷൻസ്. രണ്ടാമത്തെ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സെക്ഷൻ 22 മുതൽ സെക്ഷൻ 27 വരെയുള്ള സെക്ഷൻ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്നത്. അതിന്റെ പേരിൽ തന്നെയുണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഒരാൾക്ക് ഒരു വീട് ഗവൺമെന്റ് എന്ത് ചെയ്യാം, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിലേറെ ബിൽഡിങ്ങോ വീടോ ഉണ്ടെങ്കിൽ ആ വീടിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ആ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്നും ഒരു സെർട്ടൈൻ എമൗണ്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് രണ്ടാമത്തെ ഹെഡ്. സെക്ഷൻ 22 മുതൽ 27 വരെയുള്ള സെക്ഷൻ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഒന്നുകൂടി പറയാം, ഒരാൾക്ക് ഒരു വീട് ഗവൺമെന്റ് പെർമിറ്റഡ് ആണ്.
ഒന്നിൽ കൂടുതൽ വീടോ മറ്റ് ബിൽഡിങ്ങോ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ടാക്സ് ചെയ്യേണ്ടത് ഈ ഹെഡിലാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലെ. മൂന്നാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. മൂന്നാമത്തെ ഹെഡ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഡോക്ടർ, അഡ്വക്കേറ്റ്, CA അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പ്രൊഫഷൻ, അങ്ങനത്തെ പ്രൊഫഷനുള്ള ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ്സോ ഉണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവര് ടാക്സ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിലൂടെയാണ്. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ സെക്ഷൻ 28 മുതൽ 44 DA, സെക്ഷൻ 28 മുതൽ 44 ക്യാപിറ്റൽ ലെറ്റർ DA അതാണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ആവാം, എന്ത് ബിസിനസ് ആവാം, ഒരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ വ്യക്തി ഒരു പ്രൊഫഷണലി ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ അതല്ലെങ്കിൽ CMA അതുപോലെ തന്നെ പ്രൊഫഷണൽ ബോഡിയിൽ ആണെങ്കിൽ അവര് എന്ത് ചെയ്യണം, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിലൂടെ ടാക്സ് ചെയ്യണം. ഓക്കെ, എന്തായിക്കേണ്ടത് ഓഫാക്കും. ഓക്കെ, അടുത്ത ഹെഡാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഹെഡ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ അടുത്ത ഹെഡ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസറ്റ്, ക്യാപിറ്റൽ അസറ്റുകൾ വിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും എന്തെങ്കിലും വരുമാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അത് ലാഭം ഉണ്ടാവുന്നുണ്ട്, വരുമാനമല്ല ലാഭം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ലാഭം ടാക്സ് ചെയ്യാനുള്ള ഹെഡാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനും 2 ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം. അതൊക്കെ നമുക്ക് വഴിയെ ഓരോ ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ പേര് തന്നെയുണ്ട്, അതർ സോഴ്സ്. അതായത് മറ്റ് സോഴ്സ്. മറ്റു സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ 4 ഹെഡിൽ വരാത്ത വേറെ ഏതെങ്കിലും സോഴ്സിലൂടെ നമുക്ക് ഇൻകം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഓക്കെ, ഈ 4 സോഴ്സിലൂടെ അല്ലാതെ വേറെ ഏതെങ്കിലും സോഴ്സിലൂടെ നമുക്ക് ഇൻകം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, നമുക്ക് ഇൻകം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഇൻകം ടാക്സ് ചെയ്യാനുള്ള ഹെഡിനെ വിളിക്കുന്ന പേരാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഈ നേരം കൊണ്ട് പറഞ്ഞു തീർത്തത് ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് ടാക്സ്, ദെൻ 2 ടൈപ്പ് ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ദെൻ ഡയറക്റ്റ് ടാക്സിൽ ഇൻകം ടാക്സ് എന്നുള്ള ഏരിയ ആണ് നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇൻകം ടാക്സിൽ 5 ഹെഡ്സിലൂടെയാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഹെഡ് ഇൻകം ഫ്രം സാലറി ആണ്. സാലറിയുടെ സെക്ഷൻ 15 മുതൽ 17 ആണ്. ദെൻ രണ്ടാമത്തെ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. സെക്ഷൻ 22 മുതൽ 27 ആണ്. പിന്നെ മൂന്നാമത്തെ ഹെഡ് ഇൻകം ഫ്രം ബിസിനസ് പ്രൊഫഷൻ ആണ്. സെക്ഷൻ 28 മുതൽ 44 DA ആണ്. നാലാമത്തെ ഹെഡ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ്. സെക്ഷൻ 45 മുതൽ 55 ആണ്. അഞ്ചാമത്തെ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. സെക്ഷൻ 56 മുതൽ 58 വരെയാണ് ഉള്ള സെക്ഷൻസ് ആണ്. ഇത്രയാണ് ഈ സമയം കൊണ്ട് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഏരിയയിലേക്ക് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. അതായത് ടാക്സിൽ നമ്മൾ പല പുതിയ വേർഡ്സുകൾ പഠിക്കുന്നുണ്ട്. ടാക്സിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് അത് ഏതൊക്കെയാണ്, ആ ടേംസ് കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടേംസ് ആണിത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിലൊക്കെ. അപ്പൊ ഈ ടേംസ് എന്തായാലും ഉണ്ടാവും. ഏത് വർഷത്തെ പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ടേംസ് ഉണ്ട്. അതുകൊണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ആദ്യം അസസ്സി, പിന്നെ അസസ്മെന്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ, പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഡക്ഷൻ എന്നാൽ എന്താണ്, ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടേംസ് എല്ലാവരും ഒന്ന് നോട്ടിൽ എഴുതി വെച്ചോ. ആദ്യം അസസ്സി. Assessee means a person by whom any tax or any other sum of money is payable under this act. In simple term, the assessee means taxpayer. അപ്പോൾ അസസ്സി എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? അസസ്സി അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ടാക്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൂടെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പെനാൽറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അതല്ലെങ്കിൽ ലേറ്റ് ഫീസ് അങ്ങനെ മറ്റെന്തെങ്കിലും രീതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും പണം കൊടുക്കാനുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാനുള്ള വ്യക്തിയോ വിളിക്കുന്ന പേരാണ് എന്ത്? അസസ്സി. അസസ്സി മീൻസ് എ പേഴ്സൺ ബൈ ഹും എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദിസ് ആക്ട്. ഇൻ സിമ്പിൾ ടേം ദ അസസ്സി മീൻസ് ടാക്സ് പെയർ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയെ വിളിക്കുന്ന പേരാണ് എന്ത്?
അസസ്സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അസസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അസസ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് അസസ്, ഡീംഡ് അസസ്, ഞങ്ങൾ ഒരുപാട് അസസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് ചാപ്റ്ററിന്റെ വഴിയെ പഠിക്കാം. അപ്പൊ ആദ്യം ടേം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അസസ് എന്ന് പറഞ്ഞെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ടാക്സ് അടയ്ക്കാനുള്ള വ്യക്തി, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും പണം രൂപത്തിൽ നൽകാനുള്ള വ്യക്തി, അയാളെ വിളിക്കുന്ന പേരാണ് അസസ്സി. ഓക്കെ, രണ്ടാമത്തെ ടേം അസസ്മെന്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. ശ്രദ്ധിക്കുക, അസസ്മെന്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. ഓക്കെ, അസസ്മെന്റ് ഇയറിനെ നമുക്ക് ഷോർട്ടായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ AY എന്നും പ്രീവിയസ് ഇയറിനെ ഷോർട്ടായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ PY എന്നാണ് സൂചിപ്പിക്കുക. എക്സാമിന് ക്വസ്റ്റ്യനിലൊക്കെ അങ്ങനെയാണ് കാണുക, AY PY. AY അസസ്മെന്റ് ഇയർ, PY പ്രീവിയസ് ഇയർ. ഓക്കെ, അസസ്മെന്റ് ഇയർ എന്താ നോക്കാം ആദ്യം. അസസ്മെന്റ് ഇയർ മീൻസ് ദ പീരീഡ് ഓഫ് സ്റ്റാർട്ടിംഗ് ഫ്രം April 1st ആൻഡ് എൻഡിങ് ഓൺ March 31st ഓഫ് ദി നെക്സ്റ്റ് ഇയർ. ഓക്കെ, അസസ്മെന്റ് ഇയർ ഉണ്ടെങ്കിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 അവസാനിക്കുന്ന ഒരു 12 month ഡ്യൂറേഷൻ ഉള്ള ഒരു പീരീഡിനെ വിളിക്കുന്ന പേരാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അസസ്മെന്റ് ഇയർ ഒന്നുകൂടി പറയാം, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 അവസാനിക്കുന്ന ഒരു 12 month പീരീഡിനെ വിളിക്കുന്ന പേരാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ആ പേരിന്റെ അസസ്മെന്റ് ഇയർ, ആ വർഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷമായിരിക്കും. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദി അസസ്മെന്റ് ഇയർ. അതായത് അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിനെ വിളിക്കുന്ന പേരാണ് പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രീവിയസ് ഇയറിലായിരിക്കും നമുക്ക് ടാക്സ് ചെയ്യേണ്ട ഇൻകം ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ടാക്സ് ചെയ്യേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിലായിരിക്കും. ഓക്കെ, അതായത് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞെങ്കിൽ അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ വിളിക്കുന്നവരാണെന്ത്, പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ഉണ്ടാകുന്നത് പ്രീവിയസ് ഇയറിലായിരിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. പ്രീവിയസ് ഇയർ 2018-19 ആണ് എന്തായിരിക്കും. 2018-19 ആണ് പ്രീവിയസ് ഇയർ എങ്കിൽ അസസ്മെന്റ് ഇയർ എന്തായിരിക്കും, അതായത് 2019-20. 2019-20 അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷമാണ് പ്രീവിയസ് ഇയർ. ഓക്കെ, അസസിങ് ഇയർ 2019-20. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയം ഏതാണ്, 2020-21 ആണ്. 2020-21 അസസ്മെന്റ് ഇയർ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞതായിരിക്കും 2019-20 ആയിരിക്കും. ഓക്കെ, 2019-20 പ്രീവിയസ് ഇയർ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞെങ്കിൽ അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പത്തെ 12 മാസമാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ആ വർഷമാണ് ടാക്സ് ചെയ്യാൻ ആവശ്യമായ ഇൻകം ഉണ്ടാവുന്നത്. ആ വർഷത്തെ ഇൻകത്തിനെ നമ്മൾ ടാക്സ് ചെയ്യുന്നത് തൊട്ടടുത്ത വർഷം, അതായത് അസസ്മെന്റ് ഇയറിലായിരിക്കും. അതായത് 2019-2020 ഉണ്ടായിട്ടുള്ള നമ്മുടെ വരുമാനത്തെ നമ്മൾ ടാക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് 2020-21 അതുകൊണ്ട് ആ ഇയറിനെ വിളിക്കുന്ന പേരാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നർത്ഥമാണ്. അപ്പൊ റെസിഡൻസ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ സിറ്റിസൺ ആണോ, സിറ്റിസന്റെ ബേസിൽ രാജ്യത്തെ പൗരൻ എന്നുള്ള അടിസ്ഥാനത്തിലല്ല നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്നത്. ചിലപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഈ രാജ്യത്തെ പൗരനായിരിക്കും, പക്ഷെ അയാൾ ഈ രാജ്യത്ത് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് നോക്കിയിട്ടല്ല നമ്മുടെ രാജ്യത്ത് ടാക്സ് അടയ്ക്കുന്നത്. പകരം അയാളുടെ റെസിഡൻസ് സ്റ്റാറ്റസ്, അയാൾ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്നത്. അതിനർത്ഥം വിദേശ രാജ്യത്തെ, ഇപ്പൊ അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും, കാരണം അയാൾ ഇന്ത്യയിൽ താമസിക്കുകയാണ് എങ്കിൽ. ഓക്കെ, അപ്പൊ റെസിഡൻസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തല്ല, സിറ്റിസൺഷിപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ടാക്സ് അടയ്ക്കേണ്ടത്, അയാൾ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ 3 തരത്തിലുള്ള റെസിഡന്റ് ആണുള്ളത്. ഒന്ന് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും, പിന്നെ നോൺ റെസിഡന്റ് എന്ന് പറയും, നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. എന്ന് എഴുതി വെച്ചോളൂ, ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്. അതിൽ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് കാലങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളെ, അതായത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം, നമ്മുടെ രാജ്യത്ത് കാലങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളെ വിളിക്കുന്നവരാണ് റെസിഡന്റ്. അയാൾ മിക്കവാറും ഈ രാജ്യത്തെ സിറ്റിസൺ തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് വിദേശത്തും നമ്മുടെ രാജ്യത്തും കൂടി ആയിട്ട് അങ്ങനെ താമസിക്കുന്ന ആളുകളെ വിളിക്കുന്നവരാണ് നോട്ട് ഓർഡിനറി. അയാൾ പൂർണ്ണമായിട്ട് നമ്മുടെ റെസിഡന്റ് അല്ല, അങ്ങനെയുള്ള ആളുകളെ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കുന്നത്. അതിന് എങ്ങനെ നോട്ട് ഓർഡിനറി റെസിഡന്റ്, എങ്ങനെ റെസിഡന്റ് എന്നുള്ള കമ്പ്യൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിപ്പിക്കാം.
അപ്പൊ ഇത്ര ടേംസ് മനസ്സിലാക്കുക. റെസിഡന്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ രാജ്യത്ത് സ്ഥിരതാമസമായിട്ടുള്ള ആളുകൾ. നോട്ട് ഓർഡിനറി റെസിഡന്റിനെ നമ്മുടെ രാജ്യത്തും ചിലപ്പോൾ പുറത്തും താമസിക്കുന്ന ടൈപ്പ് ആളുകളെ വിളിക്കുന്നവരാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ദെൻ നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് മീറ്റിങ്ങിനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു 1 വീക്ക് 2 വീക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗെയിംസ്, അത് ബിസിനസ് മീറ്റിംഗ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് വന്നു പോകുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ടേം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ശ്രദ്ധിക്കുക. ഗ്രോസ് ടോട്ടൽ ഇൻകം, ഗ്രോസ് അതായത് മൊത്തം നമ്മുടെ വരുമാനത്തെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതായത് നമ്മുടെ 5 ഹെഡ്സ് ഞാൻ പറഞ്ഞു. ഏതൊക്കെ? ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. ഇങ്ങനെ 5 ഹെഡ്സ് ആണുള്ളത്. 5 ഹെഡ്സിന്റെയും കൂട്ടിയിട്ടുള്ള ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. അവിടെ നോക്കുക, ഇറ്റ് കംപ്രൈസസ് സം ഓഫ് ദി ഇൻകം ഏൺഡ് ത്രൂ ഓൾ ദി 5 ഹെഡ്സ് ഓഫ് ഇൻകം വിത്തൗട്ട് എനി ഡിഡക്ഷൻ. അതായത് ഒരു ഡിഡക്ഷനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു മൈനസ് ഡിഡക്ഷനും ഇല്ലാതെ എല്ലാ 5 ഹെഡ്സിലെ ഇൻകം കൂടിയും ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിഡക്ഷൻസ് എന്നാണ് അടുത്ത ടേം. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിൽ നിന്നും ചില ഇപ്പം ഡൊണേറ്റ് ചെയ്യുക, ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഗവൺമെന്റ് പറയുന്ന പോസ്റ്റ് ഓഫീസ് സേവിങ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഗവൺമെന്റ് കുറച്ച് എമൗണ്ട് കുറച്ച് കൊടുക്കും. ഡിഡക്ഷൻ, അതിനെ വിളിക്കുന്നവരാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ചില ഇതിലേക്ക് ഫണ്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകം പിന്നെ ഡിഡക്ഷൻ. ഓക്കെ, ദെൻ ടോട്ടൽ ഇൻകം. അതായത് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് മൊത്തം നമ്മുടെ വരുമാനത്തിൽ നിന്നും എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഡിഡക്ഷൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന്